3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Okay, I could not speak to you as spiritual men, but as to men of flesh. പിന്നെ രാവിലെ ഞാൻ നിങ്ങളെ ഏതെങ്കിലും പേര് വിളിക്കാനൊന്നുള്ള ആഗ്രഹിക്കുന്നില്ല. That's not the context. I'm just reading something. നമ്മൾ ഈ കൊരിന്ത ലേഖനത്തിൽ വായിക്കുമ്പോൾ ചെല്ലു പറഞ്ഞത് 3 തരത്തിലുള്ള ആളുകളെ കുറിച്ച് പൗലോസ് പറഞ്ഞു, ചെല്ലു പറഞ്ഞു 4 തരത്തിലുള്ള ആളുകളെ കുറിച്ച് പൗലോസോട് പറയുന്നു. 3 different categories of people, or 4 different categories of people. One is called the natural man. അല്ലേ? മലയാളത്തിൽ എങ്ങനെ പറഞ്ഞത്? പ്രാകൃത മനുഷ്യൻ. മലയാളം വെച്ചാൽ സുഖമില്ലത്. പ്രാകൃതം എന്ന് പറഞ്ഞാൽ പ്രകൃതിത്യാവുള്ള നാച്ചുറൽ എന്നുള്ള അർത്ഥമുള്ളൂ. പക്ഷെ മലയാളത്തിന് പ്രാകൃതന് വേറൊരു അർത്ഥം കൂടി ഉള്ളതുകൊണ്ട് നമ്മളത് വല്ലാത്ത രീതിയിൽ എടുക്കാറുണ്ട്. സോ നാച്ചുറൽ മാൻ അത് ഒരു ഗ്രൂപ്പ് ആളുകളാണ്. നാച്ചുറൽ മാൻ നമ്മൾ സംസാരിക്കുന്നതെല്ലാം ഇറ്റ്സ് എ പ്രീ കൺവേർഷൻ. നമ്മൾ ഒരാൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള ഒരവസ്ഥയാണ്. ഓൾ ഓഫ് us are born as natural people. നമ്മളെല്ലാം ജനിക്കുന്ന ആരായിട്ടാണ്? പ്രാകൃത മനുഷ്യരായിട്ടാണ് ജനിക്കുന്നത്. അവരെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, അവൻ എന്ത് ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞത്. ദൈവിക കാര്യങ്ങൾ ഗ്രഹിപ്പാനായിട്ട് അവർക്ക് കഴിയില്ല, അതിനുള്ള എക്വിപ്മെൻ്റ് അവർക്കില്ല. അതിലുള്ള വിഷയം. He does not understand spiritual things. He does not discern spiritual things. കാര്യം spiritual things are discerned. Spiritual things അത് പ്രത്യേക ആത്മാവിൽ ഉപയോഗിച്ചാൽ പലതും മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതിനുള്ള കഴിവർക്ക് ഇല്ല. കാരണം അതിക്രമങ്ങളാലും പാപങ്ങളാലും, because you are dead in your sin. So your dead person does not understand spiritual realities. Okay, that's one group. പിന്നെ വേറൊരു ഗ്രൂപ്പ് പൗലോസ് പറഞ്ഞ ഏതാ? So there's പ്രാകൃത മനുഷ്യൻ, that's natural man. Then ജഡീക മനുഷ്യൻ. ഇച്ചിരി നമുക്ക് എടുക്കാം. Let's start with spiritual man. ആത്മീയ മനുഷ്യൻ. ആത്മീയ മനുഷ്യനെല്ലാം എന്ത് ചെയ്യുന്നു? He discerns things spiritually. അല്ലയോ? So he discerns everything spiritually. ഒരു ആത്മീയമായിട്ടുള്ള ഒരു മനുഷ്യൻ. He understands things. രക്ഷിക്കപ്പെട്ട ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ആര്? ആത്മീയൻ. ഓക്കെ, സ്പിരിച്വലി അലൈവ്. അവൻ്റെ ആത്മാവ് ജീവിക്കപ്പെട്ടവനാണ്. സോ ക്രിസ്തുയേശു നമ്മളെ ജീവിപ്പിച്ചെന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മളെയും എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. സോ യു ആർ എ റിസറക്റ്റഡ്. സ്പിരിറ്റ് മാൻ ഇസ് റിസറക്റ്റഡ്. സോ യു അണ്ടർസ്റ്റാൻഡ് സ്പിരിച്വൽ. ഓക്കെ. പിന്നീട് പൗലോസ് സംസാരിക്കുന്ന വേറൊരു കാറ്റഗറി ഏതാ? ജഡീകൻ. ആരാ ജഡീകൻ? പറഞ്ഞോ, നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. People who walks in the desires of the flesh. Okay. വേറെ എന്തെങ്കിലും? Who is a carnal man? നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാ? ഹൂ ഈസ് ദിസ് പേഴ്സൺ? അപ്പം ഈ ജഡീകൻ എന്ന് പറഞ്ഞ പുള്ളി ആത്മീയനായിരുന്നോ അതോ ഇതുവരെ ആത്മീയനായിട്ടില്ലയോ? ആത്മീയനായിരുന്നല്ലേ? ഇപ്പോഴും ആത്മീയനെന്നൊക്കെ പറയാം. പക്ഷേ കയ്യിലിരിപ്പ് മോശം. Because you're not really functioning as a spiritual person. So what happened? ഇപ്പോഴും പഴയ പരിപാടികൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. പിന്നെ വേറൊരു കാറ്റഗറി ആളുകൾ പറയുന്നുണ്ട്, ശിശുക്കളെന്ന് പറഞ്ഞുണ്ട്. നിങ്ങളിപ്പോഴും ആരാണ്? ശിശുക്കൾ. അവരെ കണ്ടാൽ ചിലപ്പോൾ ജഡീകരാന്ന് തോന്നും, പക്ഷേ ശിശുക്കളാണ്. അവർക്കിപ്പോഴും എന്തു മതി? പാൽക്കുപ്പി കയ്യിൽ നിന്ന് വിടാം. 8 വയസ്സ് 9 വയസ്സായി, പക്ഷേ ഇപ്പോഴും പാൽക്കുപ്പി കയ്യിൽ നിന്ന്. They like that milk bottle. They don't digest big stuff. So the simple things they like. It's all they want. They don't want to grow anymore. That's all it is. So that's babes in Christ.
കാലം നോക്കിയാൽ ഇപ്പം ആരാ കാണുന്ന സമയമായി. If you look at the time, you ought to be teachers by now. But now you're not a teacher anymore. You're still babe. Someone needs to spoon feed you. So, അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. എനിവേ ഞാൻ ആക്ച്വലി ഇന്നലെയൊക്കെ ചിന്തിച്ചു ഐ വാണ്ടഡ് ടു ടോക്ക് സംതിങ് അബൌട്ട് ഈ കാറ്റഗറിയെ കുറിച്ചൊന്ന്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ഹാവ് ദ ടൈം ഫോർ ഇറ്റ്. ആൻഡ് ദാറ്റ് റിയലി നീഡ്സ് ടൈം ടു ഈച്ച് കാറ്റഗറി ഐഡൻറ്റിഫൈ ദറ്റ് what are the characteristics of a natural man, a spiritual man. That in itself is a long study, so maybe we'll do it some other time. So വളരെ ബ്രോഡായിട്ട് ഈ സ്പിരിച്വൽ ആത്മീയ മനുഷ്യരെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദാറ്റ്സ് ഓൾ ദ ടൈം ദാറ്റ് വി ഹാവ്. ഓക്കെ, നൗ പൗലോസിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ചർച്ച് ഇൻ കൊരിന്ത്. സോ കൊരിന്തിലെ ചർച്ച് പൗലോസിൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ദാറ്റ്സ് ഹിസ് കോണ്ടെക്സ്റ്റ്. ഹി ഈസ് റൈറ്റിംഗ് ടു ദ പീപ്പിൾ ഇൻ കൊരിന്ത്. കൊരിന്തിലുള്ളവർക്ക് വേണ്ടിയാണ് എഴുതുന്നത്. സോ ആ ചർച്ചിനെ പറ്റി ഒരു ചെറിയ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ട് നമുക്കുണ്ടാകുന്നത് വളരെ നന്നായിരിക്കും. ലെറ്റ്സ് ടേൺ ടു 1 Corinthians chapter 1, 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിച്ചേ. Chapter 1, yeah, verse 5. ഓ, അപ്പോൾ ഇവരെക്കുറിച്ച് നമ്മൾ പറഞ്ഞൊരു കാര്യം ഓർത്തോണം. I'll just read a translation. Through him, God has enriched your church in every way, with all your eloquent words and all your knowledge. അപ്പം ഈ കൊരിന്തിലെ സഭയ്ക്ക് ആളുകൾക്ക് വേദവസവും നല്ലതായിട്ട് they know God's word so well. They are very eloquent. They can articulate it so well. നന്നായിട്ട് പഠിപ്പിക്കാനും പ്രസംഗിക്കാനും ഒക്കെ ഭയങ്കര കഴിവ്. Okay? All right. ഇനി 7-ാം വാക്യം. Look at verse number 7. ഓ, അപ്പം ഈ ഒരു കാര്യം ഇനി വന്നാൽ മതി. ഇനി യേശു കൊണ്ട് വന്നാൽ മതി, ബാക്കിയെല്ലാം റെഡി ആയിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നു ഒരു കൃപാവരത്തിനും they have every spiritual gifts. So you see 3 things that are mentioned there. 3 കാര്യങ്ങൾ നമ്മളവിടെ ശ്രദ്ധിച്ചു. ഒന്ന്, knowledge of the scripture. Number 2 is preaching, eloquent preaching of God's word. ഇനിയും അടുത്ത 3 പറഞ്ഞിരിക്കുന്നു സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഇൻ ഓപ്പറേഷൻസ്. എല്ലാ കൃപാവരങ്ങളും നമ്മളെ ചേർക്കുന്നതിൻ്റെ പരിധി വരില്ല. കൊരിന്ത്യൻ സഭ എന്ന് പറഞ്ഞാൽ അത്ര എല്ലാ. സോ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഇൻ ഓപ്പറേഷൻ, preaching of the word in operation, knowledge of the scriptures. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സഭയാണ് കൊരിന്തിലെ സഭ. ഓക്കെ, സോ 5-ാം അധ്യായത്തിലെ 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലും 7-ാം വാക്യത്തിലും. ഓക്കെ, but this is what I want to say today. In spite of all these things, ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിലും they were not spiritual. But there are spiritual people in that church. But as a whole, the Corinthian church was not a spiritual church. Okay? ഒരു ആത്മീയരെന്ന് പറയാൻ അവരെ കൂടെ ഒക്കില്ല, ലേബൽ ഒട്ടിക്കാൻ ഒക്കില്ല. കാര്യം അത് വായിക്കുമ്പോൾ നമുക്കറിയാം. പക്ഷേ എന്തുണ്ട്? മിനിസ്ട്രി ഓഫ് ദ വേർഡ് ഉണ്ട്, വചനം അറിയാം, കൃപാവരങ്ങളും നടക്കുന്നുള്ളൂ. But we would say, or the Bible says, Paul thinks they're not spiritual. At least a good number is not spiritual. So, this raises a big question. നമ്മളോട് ഒരു ചോദ്യം ചോദിക്കാൻ നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, നമ്മൾ ചിലർക്കും വി ഓൾസോ യുനോ ഇതങ്ങോട്ട് മനസ്സിലാക്കാനായിട്ട്
ഇതൊക്കെ കണ്ടാലും ഇത് ആത്മീയതയുടെ ലക്ഷണമല്ല എന്ന് തിരിച്ചറിയാൻ ഒരു നല്ല ബോധം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമുണ്ട്. വെരി ഫ്യൂ പീപ്പിൾ ഹാവ് ദാറ്റ് ഡിസേൺമെൻറ്റ്. ബിക്കോസ് നമ്മൾ ഈ പുറമെ ഈ കാര്യം കാണുമ്പോൾ നമ്മൾ ഭയങ്കര ആത്മീയരായിട്ട് ഭയങ്കരമായിട്ട് മുമ്പ്. ബട്ട് ദാറ്റ്സ് നോട്ട് ദ ട്രൂത്ത്. ദാറ്റ് ഈസ് നോട്ട് ദ ട്രൂത്ത്. അതല്ല വാസ്തവത്തിൽ അതിൻ്റെ സത്യം എന്ന് പറയുന്നത്. You can be a very gifted person, eloquent preacher with a good knowledge of the scriptures. Bible നല്ല extensive ആയിട്ട് അറിയാം. In addition to that, you're also operating in the gifts of the Spirit. ഇത്ര എല്ലാം ഉണ്ടെങ്കിലും you need not be a spiritual man. അതൊരു ഗൗരവമായ വിഷയമാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലും നീ ഒരു ആത്മീയനായിരിക്കാൻ നിർബന്ധമില്ല. ആത്മീയനായിരിക്കണമെന്ന് നിർബന്ധമില്ല. യു ക്യാൻ ബി എ സ്പിരിച്വൽ പേഴ്സൺ, ബട്ട് യു നീഡ് നോട്ട് ബി എ സ്പിരിച്വൽ പേഴ്സൺ. അങ്ങനെ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്കറിയാം, നമ്മളിന്ന് ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സ്റ്റേജ് മാനേജ് ചെയ്യാനായിട്ട് നല്ല കഴിവുണ്ടെങ്കിൽ, ആളുകളെ ഇളക്കാൻ കഴിവുണ്ടെങ്കിൽ അവനെ ആളുകൾ ലേബൽ ചെയ്യും. എന്തുവാ? സ്പിരിച്വൽ മാൻ. പിന്നെ ഒരു ഫോളോയിങ് കൂടി 20,000-30,000 പേരുടെ ഒരു ഫോളോയിങ് കൂടി ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട. എന്തോ ഫോളോയിങ് എന്നറിയോ? ഫോളോയിങ് ഒന്നും നോക്കി ആർക്കും മാർക്കിടരുത്. ഡോണ്ട്. കാര്യം ആളുകൾ പലരുടെയും ഫോളോയിങ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവരെഴുതുന്ന സാധനമൊന്നും ആത്മീയവർദ്ധനയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊന്നുമല്ല. അത് വായിച്ച് നമ്മളവരെ എൻഡോസ് ചെയ്യുന്നതിന് ദിവസം പിന്നെ കണക്കെടുത്ത് വെച്ചാൽ മതി. അപ്പം ദാറ്റ് ഡസൻറ്റ് മീൻ ഫോളോയിങ്. അപ്പം അത്രയും ഫോളോയിങ് ഉള്ളതുകൊണ്ടോ, കരിസ്മാറ്റിക് ലീഡർ ആയതുകൊണ്ടോ, പ്രീച്ചർ ആയതുകൊണ്ടോ ആത്മീയനാകണമെന്ന് നിർബന്ധമില്ല. ആൻഡ് കൊരിന്ത്യൻ ചർച്ച് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾസ്. ഹല്ലേലൂയ. ഇന്ന് ആളുകളെ they are respected for their gifts, not for their Christ-like lives. Christ-like lifesനെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെയുള്ള ജീവിതമുള്ള ഒരു മനുഷ്യനെ അല്ല ഇന്ന് ബഹുമാനിക്കുന്നത്. ഇന്ന് ബഹുമാനിക്കപ്പെടുന്നത് കഴിവുള്ളവനെയാണ്, മിടുക്കന്മാരെയാണ്. ഇന്ന് ക്രിസ്തുവിൽ യേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്ന അനേക പ്രീച്ചേഴ്സിനെ ഒരുത്തർക്കും വേണ്ട. ആർക്കും അറിയണ്ട അവരെ. they are not labeled. they are not prominent. Prominent are the ones who are vocal. Prominent are the ones who can do things, who can control, who can be masters of the ceremony. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ് prominent ആയിട്ടുള്ള ആളുകൾ. But that does not really mean, it doesn't translate as being a spiritual man. Hallelujah. Jesus spoke of this. കർത്താവ് പറയുന്നുണ്ട്, very clearly he taught. False prophets. അതാണ് അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച്. അപ്പോൾ അതിനും കർത്താവ് പോയ ശേഷമാണല്ലോ നമ്മൾ ഈ പാസ്റ്റർ, ക്ലർജി, മൂപ്പൻ, എൽഡറൊക്കെ പിന്നെ പൗലോസ് എന്ന സമയത്താണ് കർത്താവ് when Lord was on this earth ഇതുപോലെയുള്ള ആളുകളെ പറയുന്നത് ഫോൾസ് പ്രോഫറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞു? കള്ളപ്രവാചകന്മാർ എന്നാണ് ഇവരെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. And the Lord very clearly says the false prophet can be identified by the lack of divine fruit in their character. അവരുടെ സ്വഭാവത്തിൽ നല്ല ആത്മഫലം ഇല്ലാത്തവനെ കണ്ടാൽ അറിയാം ഇവൻ ആരല്ല, ആത്മീയനല്ല. Don't take my word for it. Let's turn to Gospel of Matthew chapter 7. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. From verses 15, chapter Matthew 7, reading from verse 15 to verse 20, the Lord Jesus is speaking about it. Okay? I'll read it in English and then ഒരാൾക്ക് മലയാളത്തിൽ വായിക്കാതിന് ശേഷം. Beware of false prophets who come disguised as harmless sheep but are fully vicious wolves. You can identify them by their fruit. കർത്താവ് പറഞ്ഞിരിക്കുന്നത്. That is
by the way they act. Can you pick grapes from thorn bushes or figs from thistles? A good tree produces good fruit, and a bad tree produces bad fruit. A good tree can't produce bad fruit, and a bad tree can't produce good fruit. So every tree that does not produce good fruit is chopped down and thrown into fire. Yes, just as you can identify a tree by its fruit, so you can identify people by their actions. നമ്മുടെ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ പറഞ്ഞതാണ്, false prophets, കള്ളവിശ്വാസിയെ, കള്ള ഉപദേശിയെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇതാ അവൻ്റെ ജീവിതത്തിൽ ആത്മഫലമുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. മലയാളത്തിൽ വായിച്ചോ നീ. So the Lord is really telling the church needs to be vigilant. You need to really understand who they are, who these people are. By their fruit, you will recognize them. Our same chapter, look at the same chapter, chapter number 7. The Lord also says that അവർ ഇവിടെ തന്നെ ഷോ കാണിക്കുകയല്ല, they're not trying to show their stuff here, but they will have the audacity to come before me on the day of judgment. നാളത്തെ ദിവസം ഇവർ ഫയലും ഒക്കെ എടുത്തുകൊണ്ട് എൻ്റെ മുമ്പിൽ വന്ന് എന്നോട് വാചടിക്കാൻ വരും. Same chapter. Look at verse, I'm just going to read from verse 22 onwards, 22 and 23. On that day of judgment, many will say to me, അവരെ എന്നോട് വന്ന് പറയും, കാര്യം ഇവരൊക്കെ ഇടയ്ക്ക് എന്ത് ചെയ്താ, റിജക്റ്റ് ആയിപ്പോയതാ. റിജക്റ്റ് ചെയ്യപ്പെട്ട പുള്ളികൾ സെക്കൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി എൻ്റെ അടുക്ക വരുന്നൊരു സമയമുണ്ട്. എന്നിട്ട് എന്നോട് വന്ന് പറയും, they will say to me, Lord, Lord, don't you remember us? അപ്പം കർത്താവിന് ഏതാണ്ട് ഓർമ്മക്കുറവുണ്ട്. അപ്പം അവരുടെ ആ ചിന്ത തന്നെ ഉണ്ട്, കർത്താവിന് എന്തൊക്കെയോ ഈസ് കോൾഡ് omniscient. നമ്മുടെ കർത്താവ് ആരാ? സർവജ്ഞാനി. ഹി ഈസ് omniscient God. He knows everything. സോ ജീവിച്ചിരുന്ന കാലത്ത് അവർക്കറിയത്തില്ലായിരുന്നു കർത്താവിനെല്ലാം അറിയാവുന്നു. പാട്ടുപാടി അല്ലെങ്കിൽ അതുമൊക്കെ ചെയ്ത് വെച്ച് പിന്നെ പുറത്ത് ബാക്കി പരിപാടികൾ കാണിച്ചു വന്നും അവർ വിചാരിച്ചു ഇതൊന്നും ആരും അറിയുന്നില്ലെന്ന് വിചാരിച്ചു. സ്റ്റേജ് വന്ന് 2-5 മിനിറ്റ് നീളുന്ന അന്യഭാഷയൊക്കെ പറഞ്ഞേച്ച് എല്ലാവരും ഇളക്കിയേച്ച് അതൊക്കെ ചെയ്ത് വെച്ച് അവൻ യോഗത്തിന് പോലും ഇരിക്കുകയല്ല, പാട്ടുപാടി വെച്ച് അവൻ പോവും. ഇതൊക്കെ ആര് കണ്ടുകൊണ്ടിരിക്കുക? അപ്പം അവൻ അന്നേ അറിയത്തില്ല കർത്താവ് omniscient. He didn't even realize then the Lord was omniscient. He knew everything. Now he comes and reminds the Lord. ഓർക്കുന്നില്ലായിരിക്കും അല്ലേ എന്താ പറഞ്ഞിരിക്കുന്നത്? Oh Lord, don't you remember us? ഞങ്ങൾ ഓർക്കുന്നില്ലയോ? എന്തുവാ ഓർക്കാനാ? We prophesy, didn't we prophesy in your name? ഞങ്ങളാണ് ഇതിനെ പച്ചിലയും കത്രി അങ്ങനെയല്ലേ എങ്ങനെയാണല്ലേ പറഞ്ഞത്? പച്ചിലയും കത്രിയും പോലെയുള്ള എന്ത് പ്രയോജനമായ ഉള്ളറയിലിരിക്കുന്ന സാധനമാണ് പുറത്തു കൊണ്ടിരുന്നത്. ഞാനൊരിക്കൽ ചില വർഷങ്ങൾക്ക് മുമ്പ് many years ago when we lived in Dallas, ഒരു വീട്ടിൽ ഞങ്ങൾ നിൽക്കുക. അപ്പം somebody else called. ആ വീട്ടിൽ വേറൊരാൾ വിളിക്കുക. അപ്പം ഇപ്പോൾ ഈ സ്പീക്കർ ഫോൺ ഇട്ടിരിക്കുക. അപ്പം ഇങ്ങേരോട് വിളിച്ച് പറയാ, ഒരു നല്ല സാധനം വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചല്ല ഈ പോത്തിറച്ചി വല്ലായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ 1 കിലോ മേടിക്കാതെ ചാരും ഇരിക്കുക. സദ്യ നല്ല സാധനം വന്നിട്ടുണ്ട്. ഉപയോഗിക്കുക എന്തോ അടിപൊളിയാണ്, പച്ചലയും കത്രിയും പോലെയാണ്. അപ്പം എനിക്ക് വെച്ചാൽ എന്തോടെ ഈ സാധനം എന്നുവെച്ച് പറഞ്ഞ് എന്താ ഒരു പുള്ളി വന്നിട്ടുണ്ട്. അപ്പം മിക്കവാറും ഇയാളുടെ വീട്ടിൽ ഇയാൾ ഇരുത്തി പൊറപ്പിച്ചാണ്. അപ്പം ഇവനെ ഒന്ന് വീടിൽ നിന്ന് ഒഴിക്കാൻ വേണ്ടി നോക്കുക, അതായിരിക്കും വിഷയം. കൊണ്ടുപോക്കോ 2-3 ദിവസം കൊണ്ട് താമസിപ്പിക്കുക. അല്ല, but this is how things are. Just think about how people are. നമ്മൾ ഈ കച്ചവടത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. Didn't we prophesy in your? അതുകൊണ്ട് don't get the impression that
you should look down on prophecy. Prophecy is real. I believe in prophecy. ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. Amen. But you should know. Okay, then, didn't we cast out demons and do miracles in your name? കൊച്ചുപുള്ളികളൊന്നും ഇത്. നിന്റെ നാമത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു? അത്ഭുതങ്ങൾ ചെയ്തു, ഭൂതങ്ങളെ. We cast out demons in your name, performed miracles in your name. Okay, കർത്താവ് പറയാണ്, അന്ന് ഞാൻ അവരോട് പറയും. That day I will have to say to them. കർത്താവ് ഇപ്പോഴേ റെഡിയായിരിക്കുക ഈ പുള്ളികൾക്ക് വേണ്ടി. അന്ന് അവരോട് പറയേണ്ടി വരും. I will have to say to them, go away from me, you lawless rebels. I have never been joined to you. I have never known you. Now, I want to ask you a question. If you and I were the judge sitting on that throne, അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് സീറ്റിൽ ആ ഓഫീസിൽ നിങ്ങളെ ഇരുത്തിയാൽ നിങ്ങൾ ഇവർക്ക് പാസ് കൊടുത്ത് കയറ്റുമോ ഇല്ലയോ? ആമനി നമ്മൾ എഴുന്നേറ്റ് വെച്ച് ഇങ്ങനെ വന്നു കയറിയാട്ടെ. Because they prophesied, they preached, they cast out demons, they did miracles. But the good Lord is telling them, I never knew you, you wicked, get away from here. So the question today is actually, you could have a great knowledge, you could be an eloquent preacher, you have all the spiritual gifts, but that does not make you a Christian. Praise God. നമുക്ക് ഈ സാധനങ്ങളൊന്നുമില്ല, കൃപാവരമില്ല, ഇതുവരെ ഒരു ഭൂതത്തെ ഓടിച്ചിട്ടില്ല, നമ്മൾ ഓടിയിട്ടുള്ളൂ അല്ലേ? I'm just saying, we have not done none of these things. പക്ഷെ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ എന്നെ കൂടാതെ സ്വർഗമില്ല എന്ന ചിന്തയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഡോണ്ട് ബി ഡിസീവ്ഡ്. ചതിക്കപ്പെട്ടു പോരുത് ദൈവമക്കളോ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ search and make sure that you are still in faith. എന്നാൽ നമ്മൾ ഇരിക്കാൻ പേടിച്ചിങ്ങനെ ഇരിക്കും. No. If your heart is right before the Lord, there is confidence. You know that you are a child of God, there is confidence. Amen. Hallelujah. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയ്യോ എന്നെ നാളെ വലിച്ചെറിയും. No, you don't have to worry. As long as you are truly born again child of God, there's nothing to fear. Nothing to fear. Hallelujah. അപ്പം നമ്മൾ ഇവർ തന്നെ കർത്താവേ കർത്താവേ എന്നൊക്കെ പറഞ്ഞില്ലയോ? കർത്താവ് said, the Lord said, oh Lord, don't even call me Lord, because I was never your Lord. ഞാൻ ഒരിക്കലും നിങ്ങളുടെ കർത്താവായിരുന്നില്ല. നമ്മൾ കർത്താവേ കർത്താവെന്ന് വിളിച്ച് നമ്മൾ ഏതാണ്ട് ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു പേര് തന്നിരിക്കുന്ന പോലെയാ. No, it's not. You simply don't call the Lord. When you say Lord, what does it really mean? You are telling, you purchased me, you own me, I am not my own. I cannot make my own plans. I cannot live the way I want to live. I cannot pick and choose. I will have to obey my master in everything. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും എല്ലാ മേഖലകളിലും എൻ്റെ ദൈവം പറയുന്നത് 100% അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥന. നിങ്ങൾ ഇനി നിങ്ങൾക്കുള്ളവരല്ല. You don't belong to yourself. That's what Lord really means. അല്ലെ കർത്താവ് പറയും, he was never connected to me. She was never connected to me. I was not her Lord. Well, I was their savior. അവർക്ക് വേണ്ടിയ രക്ഷ, അവർക്ക് വേണ്ടിയത് വിടുതല്. That's all she wanted. That's all he wanted. അവർക്ക് വേണ്ടി ഇതൊക്കെയായിരുന്നു. But I was never their Lord. ഞാൻ ഒരിക്കലും അവരുടെ കർത്താവായിരുന്നില്ല. Hallelujah. ഒരു ദാസൻ, ഒരു സ്ലേവ് എന്ന് പറഞ്ഞാൽ, മാസ്റ്റർ പറയുമ്പോൾ let me think about it. Let me postpone it for another day. Let me wait for a nice day. No, you don't say those things. നീ കർത്താവ് എന്ന് വിളിച്ചാൽ കർത്താവ് നിന്നോട് ഏത് പാതിരാത്രി പറഞ്ഞാലും ഏത് ദിവസം പറഞ്ഞാലും you will obey.
പ്രൈസ് ഗോഡ്. അല്ലാത്തൊരു ബന്ധമില്ല, അല്ലാത്തൊരു ന്യൂട്രാലിറ്റി ഇല്ല ഇതിനകത്ത്. Hallelujah. So they called Jesus Lord and they had supernatural powers. But there was a sin in their lives. ഇവരുടെ എല്ലാ ജീവിതത്തിൽ പാപമായിരുന്നു. They lived in sin. So this shows clearly that Christian activity, even supernatural gifts, do not make a man spiritual. ക്രിസ്ത്യാനിയാന്ന് പേരുണ്ടായാലും സ്നാനപ്പെട്ടാലും, ശ്രദ്ധിച്ചോണം, ക്രിസ്ത്യാനിയാതെ എത്ര പേര് സ്നാനപ്പെടുന്നുണ്ട്? സ്നാനപ്പെട്ടാലും ഈ അമാനുഷികമായിട്ടുള്ള സ്പിരിച്വൽ ശക്തികൾ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും that does not make a person Christian. In fact, that is not even an indication of person being born again. വീണ്ടും ജനിച്ചു എന്നതിൻ്റെ തെളിവല്ല ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും. വീണ്ടും ജനിക്കപ്പെടാത്തത് ഇതെല്ലാം ചെയ്യാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. If a person who is not converted, not connected to Christ, if they can do all these things, that's not the indication, that's not a sign that you are a child of God. A true child of God is identified by the fruit you bear, by the fruit of the Spirit. നിന്റെ ജീവിതത്തിൽ നീ പുറത്തു കൊണ്ടുവരുന്ന ആത്മഫലത്തിലൂടെയാണ് ആളുകൾ തിരിച്ചറിയുന്നത്, സ്വർഗം തിരിച്ചറിയുന്നത്, that you are a truly born again child of God. Hallelujah. Praise God. See, നമ്മൾ ഈ what makes a person spiritual എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ തന്നെ നമ്മളൊരു കാര്യം അറിയണം. ഈ പിശാചെന്ന് പറയുന്ന ആള് മോശം പാർട്ടിയൊന്നുമല്ല. ഓക്കെ, പുള്ളിക്കാരനും നമ്മളെക്കാളിലൊക്കെ ഭയങ്കര സൂപ്പറാണ് പുള്ളി. പല രീതിയിലും ഈ റെവലേഷൻസിൽ ഇങ്ങനെ വാക്യമുണ്ട്. ചാപ്റ്റർ 12 12-ാം അധ്യായത്തിൽ വേഴ്സസ് 9 and 10 ഇങ്ങനെ പറയുന്നത്. Satan is അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ആണ്. Basically, Satan is actually basically a kind of a full-time worker എന്ന് വേണമെങ്കിൽ പറയാം, who is active and day and night. ഇപ്പോൾ പുള്ളിക്ക് രാപകലില്ലാതെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? രാപകൽ എന്ത് പറയുന്നുണ്ടോ അവിടെ പറയുന്നുണ്ട്. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവൻ്റെ ദൂതന്മാരും അവനോടുകൂടെ. So this guy has been cast down from heaven. Along with came a host of angels. അവൻ്റെ കൂടെ കുറച്ച് ടീംമേറ്റ്സ് ഉണ്ടായിരുന്നു, അവരും കൂടെ എന്ത് ചെയ്തു? പോരേണ്ടി വന്നു. ഓക്കെ, പിന്നെ എന്നാ പറഞ്ഞേ? അപ്പം ഞാൻ സ്വർഗത്തിൽ വേഴ്സ് നമ്പർ 10. So we are not talking about a lazy guy who is sitting somewhere smoking cigarette. No. പുള്ളി ഭയങ്കര വാത്തിയ. He is full-time worker, very active day and night. ഈ വാക്യം പറയുന്നുണ്ട്. He never takes a holiday. He's always seeking for people whom he can accuse. And he has many helpers. ആ ഉദ്യമത്തിൽ ഇഷ്ടംപോലെ തനിക്കുന്നുണ്ട്, ആളുകളുണ്ട്. He has plenty of Bible knowledge. And in fact, he quoted scriptures to the Son of God. പുള്ളി നോളജ് ഭയങ്കരമാണ്. എന്ത് ചെയ്യുന്ന പറഞ്ഞേ? വേദപുസ്തകത്തിലെ വാക്യമെടുത്ത് ദൈവത്തിൻ്റെ പുത്രനെ ടെംപ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് കോട്ട് ചെയ്ത് അങ്ങോട്ട് ടെംപ്റ്റേഷൻ വെച്ചു. അത്രയ്ക്ക് നോളജാണ്. പിശാചും എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്? Satan also has a knowledge of the scriptures. He trembles. അവനും എന്ത് ചെയ്ത് വിറയ്ക്കുന്നുണ്ട്, പക്ഷെ മാനസാന്തരപ്പെട്ടിട്ടില്ല. വിറയൊക്കെ ഉണ്ട്, പക്ഷെ എന്തില്ല? Not converted, not changed. The next 10 to 12 minutes, just look at, what makes us truly spiritual people.
നമ്മൾ പറഞ്ഞു ഡോണ്ട് ബി ഡിസീവ്ഡ് ബൈ വാട്ട് യു റിയലി സീ. ഓക്കെ, നമ്മൾ പുറത്ത് കാണുന്ന കാര്യം കൊണ്ട് ആരുടെ ആത്മീയത അളക്കരുത്. എൻ്റെ ആത്മീയത നിങ്ങൾ അളക്കരുത്. അങ്ങനെ ഡോണ്ട് എവർ തിങ്ക് ദാറ്റ് ഓ പാസ്റ്റർ, അങ്ങനെ ചിന്തിക്കരുത്. ഡോണ്ട് എവർ തിങ്ക് ദാറ്റ് വേ. യു കുഡ് ബി റോങ്, ഐ കുഡ് ബി റോങ് അബൌട്ട് യു, ബട്ട് ഈച്ച് ഓഫ് us നീഡ്സ് ടു ലേൺ. ഓക്കെ, നമ്മൾ പല കാര്യങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളെക്കുറിച്ച് ദൈവം ഒരു ദൈവവേദനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വി ആർ ഓൾ, നമ്മളെ എല്ലാവരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്, അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഹീ വാണ്ട്സ് അസ് ടു വർഷിപ്പ് ഹിം. Can I hear an amen? നമ്മളെ എല്ലാം ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വിളിച്ചോരാ. Amen. ഒരു സ്പിരിച്വൽ മനുഷ്യന് തിരിച്ചറിയും. He understands that very well. So നമ്മൾ when we really speak about a three-dimensional look of a spiritual man, അതിനകത്ത് ഒരു ഡൈമെൻഷൻ എന്ന് പറയുന്നത്, ഒരു സ്പെഷ്യലി ദ മേജർ ഡൈമെൻഷൻ, he always looks up. There is an upward look. There is that spiritual element, that vertical look. അവൻ എപ്പോഴും ഉണ്ട്. ദൈവം അവനൊരു പ്രിയനാണ്. Hallelujah. അവൻ്റെ അകത്തൊരു ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ആഫ്റ്റർ ഹിം. കർത്താവിന് വേണ്ടി ഒരു ഭയങ്കര ആഗ്രഹവും വിശപ്പും ദാഹവും അവൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടായിരിക്കും. Amen. It's a hunger for God. Hallelujah. അവനോട് ചോദിച്ചാൽ ഇങ്ങനെ പറയും, one thing I desire. എന്താ ആഗ്രഹം എന്ന് ചോദിച്ചാൽ ഒരാഗ്രഹമില്ല സഹോദര. One thing I desire. Oh, that's what I seek after. I want to spend time in the presence of God, in His temple. I want to just look at His holiness. I want to look at the presence. I want to see my Lord. If I can spend the rest of my life sitting there, that's what I want. Amen. The orientation is always wanting to worship God. It's about the Lord. Hallelujah. അവനോട് ചോദിച്ചാൽ ഇങ്ങനെ പറയും, whom have I in heaven but you? You are all I want. No one on earth means much as to me as you. I really like that translation. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. Whom I have in heaven but you. You are all I want. No one on earth means as much to me as you. ഒരു ഭക്തന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറഞ്ഞാൽ അറിയാമോ? അവൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം മുഴുവൻ കർത്താവിനേക്കാൾ വലിയൊരു ഭാര്യയില്ല, കർത്താവിനേക്കാൾ വലിയൊരു പാസ്റ്റർ ഇല്ല, കർത്താവിനേക്കാൾ വലിയൊരു ഭർത്താവില്ല, കർത്താവിനേക്കാൾ വലിയൊരു ബിസിനസ് ഇല്ല, കർത്താവിനേക്കാൾ വലിയൊരു TV ഷോ ഇല്ല, കർത്താവിനേക്കാൾ വലിയൊരു സൗന്ദര്യവർദ്ധനവില്ല. Nothing greater than the Lord. Hallelujah. The Lord is above everything. Hallelujah. Christ should be preeminent in all. അതല്ല പൗലോസ് പ്രാർത്ഥിച്ചു പറയുന്നത്, that Christ will be preeminent. അവൻ സകലത്തിലും മുമ്പനാകേണ്ടതിന്. ഒരു ഭക്തന്റെ വലിയ ലക്ഷണം എന്ന് പറയുന്നത്, അവൻ എപ്പോഴും he will be a worshipper. അവനൊരു ആരാധകനായിരിക്കും. Amen. Hallelujah. Money does not mean more to him than God. പണം ദൈവത്തെക്കാൾ, അവന് പണം ഉണ്ടെങ്കിലും ദൈവത്തെക്കാൾ വലുത് അവൻ്റെ പണമായിരിക്കത്തില്ല. Hallelujah. As the deer panteth for the water brooks, his spiritual man longs after God. Hallelujah. മാൻ നീർത്തോടുകൾക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ അടുക്ക ചെല്ലുവാൻ, as the deer panteth for the living water. The word panteth is very interesting word. അവിടെ പറഞ്ഞിരിക്കുക, ഓടി ഓടി കതച്ചു വന്ന് നിൽക്കുന്ന ഒരു മാൻപേട ഇങ്ങനെ നിൽക്കുക, അതിങ്ങനെ ദാഹം കൊണ്ട് ഇങ്ങനെ നോക്കുക, just looking for just a drop of water somewhere. നമ്മൾ മരീചിക എന്നൊക്കെ പറയാറുണ്ട്, oasis. It's just a feeling. You feel like probably there's some water there. ഇത് ചൂടടിച്ചത് ഇങ്ങനെ ഫ്ലെയിംസ് പൊങ്ങുമ്പോൾ വിചാരിക്കും, there's some water there. It runs there. There's no water there. It's looking for just a drop of water. ഒരു ഭക്തന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത്, I want to see God. I want to know Him. I want to be found in Him. അവനെ അറിയേണ്ടതിന്, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയേണ്ടതിന്, അവനിൽ ഇരിക്കേണ്ടത്, that I may be found in Him. I want to know the power of His resurrection. I want to hear my Lord. I want to worship Him.
ഭക്തന്മാര് ആലയത്തിൽ കയറി വരുമ്പോൾ നമുക്കറിയാം, ആലയത്തിൽ കയറി വരുമ്പോൾ അവർക്ക് വേറെ ഒരു ബിസിനസ്സും ഇല്ല. ഭക്തന്മാർ ആരാധനയ്ക്ക് വരുമ്പോൾ പാർക്കിംഗ് ലോട്ടിൽ കറങ്ങത്തില്ല. ഭക്തന്മാർ ആരാധനയ്ക്ക് വരുമ്പോൾ കറങ്ങി നടക്കില്ല. അവൻ ആലയത്തിൽ വന്നിരിക്കുമ്പോൾ കണ്ണടച്ചേച്ച് അവൻ ധ്യാനപൂർവ്വമായിട്ടിരിക്കാൻ തുടങ്ങും. He's just not waiting. He doesn't care who is going to come. I just want to tune myself to the frequency of God. ദൈവത്തിന്റെ ഫ്രീക്വൻസിയിലേക്ക് എന്നെ തന്നെ ഒന്ന് ട്യൂൺ ചെയ്ത്, let me be here. Hallelujah. And he is praying, കർത്താവേ, every song today we sing should touch you to bring praises to you, bring glory to you, Lord. Every word that is preached, Lord, will touch my heart. Hallelujah. Lord, we want to feel, I want to feel your presence in this place. Do not send me back empty handed. I am hungry for a move of God. Hallelujah. 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 He longs for a spiritual fellowship with God. More than the comfort, more than anything else, more than the lunch you're going to have today, more than any other plans you have, you long to have a fellowship with God. ദൈവത്തോട് ഒരു കൂട്ടായ്മ ആഗ്രഹിക്കുന്നവനാണ് ആത്മീയൻ. Hallelujah, hallelujah. You know, those people who worship money, ease, and their own convenience, പണത്തെയും തങ്ങളുടെ സ്വസ്ഥതയും തങ്ങളുടെ കൺവീനിയൻസിനെയും ഒക്കെ ആരാധിക്കുന്ന ആളുകൾ ഒത്തിരിയുണ്ട്. All it means is that you give more importance to these things than you give to God and fellowship with Him. They will always find something or other to complain about. Complain പറയുന്നത് നമ്മളോട്, നമുക്ക് എന്താ ശരിയല്ലെന്നേ, ഒരു സുഖമില്ല, അവിടെ ഒരു സുഖമില്ല, എന്താ ചോദിച്ചാലും കംപ്ലൈൻറ്റ്. എപ്പോഴും they have a complaint about something. The reason for that is those things are your God. Those things are your God. But for the spiritual man has never any complaints. കാരണം he desires only God and he always has Him. കർത്താവിനെ ആഗ്രഹിക്കുന്നവർക്ക് കിട്ടാതിരിക്കില്ല. Amen. Your chief desire is to know God. ദൈവത്തെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവത്തെ ആഗ്രഹിക്കുന്നവർക്ക് കംപ്ലൈൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ലോ എന്ന് പറയേണ്ട ആവശ്യമില്ല. ആഗ്രഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവമാണുള്ളത്. And he has no complaint, brother. Yes, no complaints. Yes, something could be wrong. You probably get laid off. Probably you're just lack of money. പൈസയ്ക്ക് ഷോർട്ടേജ് ആയിരിക്കും. But those things don't bother. He says, I will dwell in the house of the Lord forever. Goodness and mercy shall follow me all the days of my life. Hallelujah. And I shall dwell in the house of the Lord. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നന്മയും കരുണയും എൻ്റെ പുറകെ വന്നോളും. Hallelujah. There was a time that you run after those things. ഇതിൻ്റെയൊക്കെ പുറകെ പോയ ഒരു കാലമുണ്ടായിരുന്നു. Hallelujah. എന്നാൽ ഇന്ന് എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കുകയാ. നന്മയും കരുണയും എൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കുക. Hallelujah. You are spiritually oriented. നിന്റെ അകത്ത് സന്തോഷമാണ്. You are just satisfied in the Lord. No complaints. നിങ്ങൾ ചില ആളുകളോട് സംസാരിച്ചിട്ടുണ്ടോ? Some people. അവരോട് സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് 5 പ്രോബ്ലമേ ഉള്ളൂ. അവർ 25 പ്രോബ്ലമായി ഇപ്പം നമുക്ക്. But there are some people you talk to. They will never say one complaint. കാരണം അവർക്കെന്നെ സമയമില്ല. They have no time to talk complaints. Because they know that their God says supply all their needs according to His riches. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തോണം ക്രിസ്തുയേശുവിൽ അത് വിശ്വസിക്കുന്ന ഒരു സ്തോത്രം ചെയ്തേ. Whatever your need may be, God will provide all your needs. Trust Him. Hallelujah. There's no reason for us to complain. Hallelujah. Because he sees the mighty hand of God in all those circumstances.
And he humbles himself underneath that hand joyfully at all times. സന്തോഷത്തോടെ അവൻ്റെ ബലമുള്ള കരത്തിൻ്റെ കീഴിൽ താണങ്ങിയിരിക്കുക. അവൻ എന്നെ തക്ക സമയത്ത് ഉയർത്തിക്കോളും. I don't have to worry about what time, when I know my God knows everything about me. Hallelujah. In his time he makes all things beautiful. In his time, ദൈവത്തിൻ്റെ സമയത്ത് ദൈവം എല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ്. He makes all things beautiful in his time. Hallelujah. God takes care. He will take care. നമ്മുടെ സന്തോഷം അതാ. നമ്മുടെ കർത്താവ് സകലതും അറിയുന്നു. And the spiritual man is in touch with God and does not need any laws, rules, regulations. അത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു സ്പിരിച്വൽ മാൻ ഒരു സഭയിലുണ്ടെങ്കിൽ അവനെ ബയലോ കൊണ്ട് ബന്ധിക്കേണ്ട ആവശ്യമില്ല. അവനറിയാം എന്ത് പറയണമെന്നും എന്ത് പറയണ്ടെന്നും. ആമേൻ. എക്സ്റ്റേണൽ ലോസ് കൊണ്ട് അവനെ ബന്ധിക്കേണ്ട ആവശ്യം ഇല്ല. I'm just saying, as a corporation, private entity, അല്ല നമ്മളൊരു കോർപ്പറേഷൻ, we need of course laws, rules. അതൊക്കെ എൻ്റെ നെയിം സേക്കിന് വച്ചാൽ മതി. നമ്മളെ ഭരിക്കേണ്ടത് ബയലോയും കോൺസ്റ്റിറ്റ്യൂഷനും അല്ല. നമ്മളെ ഭരിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. And a spiritual man, you don't need to tie him down with those things. He knows what to do. He knows how to follow. He knows how to submit to God and his sovereign rule. അവൻ്റെ ഫലത്താൽ നമ്മളവനെ അറിയും. Hallelujah. Hallelujah. So because he is taken up with simple and pure devotion to Christ, he is not sidetracked by any secondary issues. കൊച്ചു കാര്യങ്ങൾ ഡീറെയിൽ ചെയ്യാൻ അവൻ സമ്മതിക്കത്തില്ല. ലെറ്റ് കം വാട്ട് മേ. എന്തിനും അതോടെ ഐ എം ഫിക്സിംഗ് മൈ ഐസ് ഓൺ ജീസസ്, the author and the finisher of my faith. Hallelujah. I'm just on the way home. I'm on the way to heaven. And one of the things that you would see in a spiritual man, he constantly humbles himself. എപ്പോഴും ദൈവസന്നിധിയിലെത്തിയ, because he exalts God all the time, naturally he humbles himself before God. ദൈവത്തെ എപ്പോഴും ഉയർത്തുന്നവൻ തന്നെത്താൻ താഴ്ത്തിക്കൊണ്ടേയിരിക്കും.